കുറേ നാളായിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. അതായത് ഇത് നമ്മളെ ചെറേൻ്റെ അടുത്താന്നുള്ളത്. ഇതാ ചെറിയാന്ന് ഈ കാണുന്നത്. ഇപ്പൊ വെള്ളമൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ കുറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇനി മഴ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഇങ്ങോട്ട് കയറും. അപ്പൊ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA KV സുമേഷ് ആണെങ്കിൽ ഇവിടെ നല്ലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് തന്നിട്ടുണ്ട് കേട്ടാ. അതും വലിയൊരു കാര്യം തന്നെയാണ്. അഴീക്കോടിന്റെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല. ഇന്ന് ഞാൻ അഹാന കൃഷ്ണയുടെ ഒരു കമന്റ് കണ്ടു. അതായത് ഒരാളുടെ ഒരു വീഡിയോന്റെ അടിയിൽ വന്ന ഒരു കമന്റാണ്, വേറെ ഒന്നുമല്ല. അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഞങ്ങളെ വെച്ച് നിങ്ങൾ എല്ലാവരും തിന്നുന്നത് എന്നുള്ള ചോദ്യമാട്ടാ. അതായത് ഞങ്ങളെ വെച്ച് എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ തിന്നുന്നത്, ഇങ്ങനെ തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമന്റാണ് ഞാൻ കണ്ടത്. അപ്പോൾ ആ കമന്റ് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ ചിരിയാണ് വന്നത്. അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ എല്ലാവരെയും വിറ്റിട്ടാണ് നമ്മൾ തിന്നുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ഉണ്ടാക്കിയിട്ട് നമ്മൾ തിന്നുന്നത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് അഹാന കൃഷ്ണ മാത്രമല്ല, ഇതിനു മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു കൃഷ്ണ, അഹാനയുടെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ അവരെ അവരെ എല്ലാവരെയും മോശക്കാരാക്കുകയോ അല്ലെങ്കിൽ അവരെ പറ്റി വേണ്ടാധീനം പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. അവര് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സംഭവങ്ങൾ നമ്മളെന്ത് ചെയ്യുന്നു, എടുത്ത് റിയാക്ട് ചെയ്യുന്നു. അതായത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു നേതാവ്, അയാൾ BJPന്റെ വലിയൊരു നേതാവാണ്. അതുമാത്രവുമല്ല, ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സ്ഥാനം അയാൾക്ക് കൊടുത്തിരിക്കുകയാണ്. ആ സ്ഥാനം കൊടുത്തപ്പോൾ അത്യാവശ്യം ശമ്പളവും പൈസയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു മന്ത്രിന്റെ അതേ പദവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും സന്നാഹങ്ങളും ഓഫീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ മക്കള് കേവലം 399 രൂപ അടച്ചിട്ട് എൻ്റെ വേർപ്പ് കണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് എങ്ങനെയാണ് നമുക്കത് അംഗീകരിക്കാൻ കഴിയുക? അതൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ മിണ്ടാതിരിക്കണം. ഒക്കെ കണ്ടിട്ട് നമ്മൾ പഞ്ചപുച്ഛം അടക്കിയിട്ട് മിണ്ടാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് ആഹാ കൊള്ളാമെന്ന് പറയുക, ഇതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ മുതിർന്ന ആളല്ലേ, ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ അല്ലേ നിയന്ത്രിക്കേണ്ടത്. അതായത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ വില പോകും, പേര് പോകും, നമ്മുടെ അച്ഛനൊരു ബലിയുണ്ട് എന്നൊക്കെ വിചാരിക്കേണ്ടത് നിങ്ങളല്ലേ. നിങ്ങൾ അതിന് പകരം എന്താണ് ചെയ്യുന്നത്? നാട്ടുകാരെ എല്ലാവരെയും തിരുത്താൻ വേണ്ടിയിട്ട് നടക്കുകയല്ലേ ചെയ്യുന്നത്. നാട്ടുകാരെ എത്ര ആൾക്കാരെ നിങ്ങൾ തിരുത്തും? അതായത് അതിൻ്റെ അകത്ത് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കമൻ്റ് ഇട്ടപ്പോൾ അയാൾ മറുപടി ഒന്നും കൊടുത്തില്ല. അയാൾക്ക് മറുപടി കൊടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കമൻറ്റുകളാണ് ഇവർക്കെതിരെ വന്നത്. അതായത് ഇവരോട് പലരും ചോദ്യം ചോദിക്കുകയാണ്. ഓരോ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടും ഇവരോട് പലരും ചോദ്യം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തിൻ്റെ ദാരിദ്ര്യം കൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൈസ വാങ്ങിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? അത് നിങ്ങളുടെ അനുജത്തിയെ പറഞ്ഞ് തിരുത്തുകയല്ലേ നിങ്ങൾ വേണ്ടത്? കാരണം നിങ്ങൾക്കൊക്കെ കുറച്ച് പ്രായമുള്ളതല്ലേ, 10-30 വയസ്സായി എന്നാണ് എനിക്ക് തോന്നുന്നത് അഹാനക്ക്. അപ്പോൾ അഹാനയൊക്കെ പറയേണ്ടത് എന്താണ്, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അത് താക്കീത് ചെയ്യല് വേണ്ടത്. ഇപ്പോഴും അവരുടെ ഈ സബ്സ്ക്രിപ്ഷൻ ഓണാണ്. അതിൻ്റെ അകത്ത് ഇപ്പോഴും കയറിയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. എന്താണ് കൊടുക്കുന്നത് നമുക്കറിയില്ല കേട്ടോ. അതിൻ്റെ അകത്ത് ഇപ്പോഴും ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറുന്നുണ്ട്, കാണുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞ് തിരുത്തുന്നതിന് പകരം നാട്ടുകാരെ എല്ലാവരെയും തിരുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ എവിടുന്നാണ് തിരുത്തു വേണ്ടതെന്ന് പറഞ്ഞാൽ, സ്വന്തം വീട്ടിൽ നിന്നാണ് തിരുത്തു വേണ്ടത്. അതായത് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത്, ഏറ്റിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ഇത് തന്നെയാണ്. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടക്കം നാറുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും, അത് നമ്മളെന്ത് ചെയ്യും, ആ സബ്സ്ക്രിപ്ഷൻ്റെ ആ പൈസ നമുക്ക് വേണ്ട, നമ്മളതെടുത്ത് കളയുകയല്ലേ ചെയ്യുക. അല്ലാതെ നമ്മൾ വീണ്ടും നിങ്ങൾ ഇതിടണം, വീണ്ടും നിങ്ങളെല്ലാവരും കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും ചെയ്യുമോ? അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിയെ തിരുത്തുന്നതിന് പകരം നാട്ടുകാരെ മുഴുവൻ പേടിക്ക് കയറുക, നാട്ടുകാരോട് മുഴുവൻ പുച്ഛത്തിൽ സംസാരിക്കുക, നാട്ടുകാരോട് മുഴുവൻ മിണ്ടരുത് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയാൻ പാടില്ല. നിങ്ങളുടെ സോഷ്യൽ മീഡിയ കാണുന്നവർ അവർ പല ചോദ്യങ്ങളും ചോദിക്കും. അതായത് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ എന്താണ് അങ്ങനെ ചെയ്തത്, എന്താണ് ഇങ്ങനെ ചെയ്തത് എന്ന് കൃത്യമായി ചോദിക്കും. ഇപ്പോഴും നിങ്ങളുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സ്ഥാനം നിങ്ങളാരും കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ പല ഇൻ്റർവ്യൂവിലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ഇതും ജീവിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെയൊന്നും അവരോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ അങ്ങേരിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങേരങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് മക്കളെല്ലാവരും വളർന്നു.
ഇനി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേരുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഇനി ഇങ്ങേരാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങേരാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞ് അനുവദിച്ചു കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിലോ അമ്മ എന്ന നിലയിലോ അച്ഛൻ എന്ന നിലയിലോ അവരെന്താ ചെയ്യേണ്ടത്, എൻ്റെ മകൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, അല്ലെങ്കിൽ ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കാമെന്ന് പറയുന്നതിന് പകരം നാട്ടുകാരോട് എല്ലാവരോടും പറയുന്നു. ഇന്നലെ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഒരു വാക്ക് പറയാ, എന്താ പറഞ്ഞത് അറിയാം, അയ്യോ ഇവളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ഭയന്നു പോയി കേട്ടോ, എനിക്കൊന്നും ആ ധൈര്യമില്ല. എന്ത് ധൈര്യമില്ല എന്നാ മോളെ പറയുന്നത്? അതായത് നമ്മൾ എന്തൊക്കെ മറക്കണം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കാണിക്കുന്നതാണോ ധൈര്യമില്ലാത്തത്? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം, മഹിമ, ഇതെല്ലാം കൊണ്ടാണ് ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നത്. അതൊന്നും ഇല്ലാത്തവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ വേണമെങ്കിലും ജീവിക്കും. ചില ആൾക്കാർ ഇപ്പം കാണുന്നില്ലേ, കുറേ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ പറയുന്നില്ലേ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുള്ളൂ, ഞങ്ങൾ ഇങ്ങനെ അങ്ങ് പെരുമാറുകയുള്ളൂ എന്നൊക്കെ പറയുന്നില്ലേ? അത് അവരുടെ സ്വാതന്ത്ര്യം. കാരണം എന്താ, അവർക്ക് വിതക്കണ്ട, കൊയ്യണ്ട, അവർക്കാരെയും ഭയമില്ല. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം തന്തേനെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും പറയും. അതായത് 10-20 വയസ്സ് വരെ, അല്ലെങ്കിൽ ഒരു 10-18 വയസ്സ് വരെ, ഇനിയൊന്നും വേണ്ട, ഒരു 10 വയസ്സ് വരെയെങ്കിലും ആ തന്ത കൊണ്ടു കൊടുക്കുന്ന ആഹാരമായിരിക്കുമല്ലോ കഴിച്ചിട്ടുണ്ടാവുക. അത് കഴിച്ചിട്ടും അങ്ങേരെയൊക്കെ പൂരം തെറി പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമുക്കറിയാം. അവരൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബജീവിതത്തിന് വലിയ വില കാണുകയോ അല്ലെങ്കിൽ ഒരു മഹിമ കാണുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെറ്റിദ്ധാരണ പരത്തുക എന്ന് മാത്രമാണ്. അതിൻ്റെ ഒരു ഇതിലാണ് പോകുന്നത്. ഇപ്പോൾ നാളെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഹൻസിക എന്ന് പറയുന്ന ആ കുട്ടിയെ കണ്ടിട്ട് നാളെ കൃഷ്ണകുമാറിൻ്റെ മകൾക്ക് ഇങ്ങനെ ആകാമെങ്കിൽ എനിക്കും ഇങ്ങനെ ആകാമെന്ന് ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എത്രമാത്രം തോൽവിയായിരിക്കും എന്നറിയോ? കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും പോലെയുള്ള വിശാല മനസ്കതയൊന്നും ആ അച്ഛനും അമ്മക്കും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. അതിപ്പോൾ ചിലപ്പോൾ വിചാരിക്കുന്നതായിരിക്കും ഹൻസിക എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ എനിക്കെന്താ ചെയ്താൽ എന്നുള്ളൊരു വിചാരമാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹൻസികയെ തിരുത്തുന്നതിന് പകരം നാട്ടുകാരെ തിരുത്താൻ വരികയും അതുപോലെ തന്നെ കമൻ്റിട്ട് മെഴുകിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ മൂത്ത കുട്ടി എന്ന നിലയിൽ ചില തീരുമാനങ്ങൾ കുടുംബത്തിലെടുക്കണം. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമുക്ക് മൂത്ത ആൾക്കാരുണ്ടാകും, അവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടി വരും. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി പറയും അവർ കാര്യം ഇന്ന സ്ഥലത്തേ പോകാതോ എന്ന് പറയും. ചിലപ്പോഴും നമുക്കാർക്കും ഇഷ്ടപ്പെടില്ല. ഇന്നത്തെ കുട്ടികളോട് നമ്മൾ പറയും നിങ്ങൾ ആ ഇടവഴിയിലൂടെ പോലെ മക്കളെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞ് മറ്റേ ആ കഞ്ചാവ് അടിക്കുന്നവനുണ്ട്, അല്ലെങ്കിൽ പെണ്ണ് പിടിയന്മാരുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികളെ അനുസരിക്കില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും ഇത് അനുസരിക്കുകയോ അല്ലെങ്കിൽ ഇത് എന്താ പറയേണ്ടത്, ഇത് ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത ഒരു ആളായിട്ടാണ് എനിക്ക് ഈ കമൻറ്റ് കണ്ടപ്പോഴേ ആ കുട്ടിയോട് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അതായത് ആ കമൻറ്റ് കണ്ടപ്പോഴേ ആ കുട്ടി പറഞ്ഞിട്ടും ആരും കേൾക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് അഹാനിയോട് പറയാനുള്ളത്, നാട്ടുകാരെ നന്നാക്കുന്നതിലും നല്ലത് അവനവൻ്റെ വീട്ടുകാരോട് പറയുക. കാരണം അങ്ങനെയുള്ള പൈസ നമുക്ക് വേണ്ട. ആ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഞരമ്പ് രോഗികളെയും പൈസയാണ്. അതായത് ഒരു പെണ്ണിൻ്റെ നഗ്നത കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കാണുന്ന ഞരമ്പ് രോഗികളോട് പറയാനുള്ളത്, എല്ലാവർക്കും ഉള്ളതിലും പ്രത്യേകിച്ച് ആർക്കും ഒന്നുമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ തട്ടാ. ഒരിക്കൽ കൂടി നമ്മുടെ ചെറിയലിലൊന്ന് കാണിച്ചു കൊടുത്താട്ടെ, എല്ലാവരും ഒന്ന് കാണട്ടാർന്നിട്ടാ. പിന്നെ അതാ അങ്ങ് അവിടെയാന്നിട്ടാ കടലായി അമ്പലമൊക്കെ വരുന്നത് അവിടെയാന്നിട്ടാ. അപ്പോൾ എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാറുണ്ട്. ഹൈപ്പ് ചെയ്യാൻ മറന്നു കൊണ്ടാട്ടാ, ഇതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്.